ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ വാമനാണ് വിശ്വേട്ടൻ്റെ മരണത്തിന് പുറകിൽ എന്നറിഞ്ഞത് മുതൽ തൻ്റെ മനസ്സിന് സംഭവിച്ച മാറ്റത്തെക്കുറിച്ചെല്ലാം മഞ്ജുവിനെയും സാഗറിനെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവോ സാഗറോ ദുർഗയുടെ വാക്കുകൾ ചെവിക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നില്ല. അമ്മയ്ക്ക് ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനൊന്നും കഴിയില്ല എന്നും ഇപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് നടക്കുന്നത് കണ്ണേട്ടൻ്റെ സിമ്പതി പിടിച്ചു പറ്റാനാണെന്നും കണ്ണേട്ടൻ അമ്മയെ വിശ്വസിച്ച് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും അമ്മ തനി നിറം പുറത്തെടുക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയെ അപമാനിക്കുന്നു. ഒന്ന് ഞാൻ തീർത്ത് പറയാമെന്നും കണ്ണേട്ടനെയും ഏട്ടത്തെയും ഇല്ലാതാക്കാൻ നോക്കുന്നവർക്ക് തന്നെയായിരിക്കും തിരിച്ചടികൾ കിട്ടുക. മേഘൻ്റെയും വാമൻ്റെയും കീഴിൽ ജീവിച്ച് ഉണ്ണിയേട്ടന് ഇപ്പോഴും സ്വത്തുക്കളോട് തന്നെയാണ് ആഗ്രഹം. ജയിലിൽ കിടക്കുന്നവരും കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാകുമെന്നും മഞ്ജു ദുർഗയുടെ മുഖത്ത് നോക്കി തുറന്നെടുത്ത് പറയുന്നു. ഇപ്പോൾ മഞ്ജുവോ സാഗറോ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ട് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് ദുർഗ. തുടർന്ന് മോൾ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ദുർഗ പോകുന്നത്. അങ്ങനെ ദുർഗ പോയതിന് ശേഷം ഇനി നിൻ്റെ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ മാറ്റം സംഭവിച്ചു കാണൂ. നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. എൻ്റെ മാറ്റം വിശ്വസിക്കാനായിട്ട് ആദ്യം കണ്ണേട്ടനും നിൻ്റെ ഏട്ടത്തിയൊന്നും തയ്യാറായില്ലല്ലോ എന്നെല്ലാം സാഗർ പറയുമ്പോൾ, അങ്ങനെ അമ്മയുടെ മാറ്റം സത്യമാണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് ദൈവം തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുമെന്ന് മഞ്ജു പറയുന്നുണ്ട്. പിന്നീട് ദുർഗ അമ്പലത്തിൽ നിന്നും നേരെ പോകുന്നത് മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ടാണ്. അപ്പോൾ മഹിയാണെങ്കിൽ ദുർഗയുടെയും മാറ്റം 100% തന്നെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ലേഖയ്ക്ക് ഇപ്പോഴും അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദുർഗ കുഞ്ഞിനെ എടുക്കാനോ ലാളിക്കാനോ ഒന്നും തന്നെ ലേഖ അനുവദിക്കുന്നില്ല. മാത്രമല്ല കുത്തുവാക്കുകൾ പറഞ്ഞ് വീണ്ടും ദുർഗയെ അപമാനിക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ വല്ലാത്തൊരു സിമ്പതി തോന്നുന്നുണ്ട് ദുർഗയോട്. ദുർഗ വിഷമിക്കുന്നത് കാണുമ്പോൾ മഹി ലേഖയോടായിട്ട് പറയുന്നുണ്ട്, വേണ്ട ലേഖ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഈ നാടകത്തിലൊക്കെ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ നിനക്കും കണ്ണേട്ടനും മാത്രമല്ല മഹി, ഇപ്പോൾ ഈ കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. അത് നീ ഓർക്കണമെന്ന് മഹിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലേഖ. പിന്നീട് ഉണ്ണിയാണെങ്കിൽ തിരികെ വീട്ടിലെത്തുന്നു. തൻ്റെ മനസ്സിലുള്ള പദ്ധതി, കണ്ണനെ കൊല്ലുക എന്നുള്ളൊരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ണി എത്തിയിരിക്കുന്നത്. എന്നിട്ട് കരുണയോടായിട്ട് കണ്ണേട്ടനും അമ്മയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്പലത്തിൽ പോയതാണെന്നും കണ്ണേട്ടനും പുറത്തേക്ക് പോയതാണെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ഇത് തന്നെ പറ്റിയ അവസരമെന്ന് മനസ്സിൽ സ്വയം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് എന്തിനാ അമ്മയെയും കണ്ണേട്ടനെയും അന്വേഷിക്കുന്നതെന്ന് കരുണ ചോദിക്കുമ്പോൾ അവൾ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നത് വെള്ള പുതപ്പിച്ച് കിടക്കുന്ന അയാളുടെ ശരീരമായിരിക്കും അവൾ കാണാൻ പോകുന്നത് എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കരുണ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്നും എല്ലാം നടന്നതിന് ശേഷം മാത്രം നീ അറിഞ്ഞാൽ മതി എന്നും ഉണ്ണി പറയുമ്പോൾ തന്നെ ഉണ്ണി എന്തോ ഒരു ചതി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുണ തീർച്ചപ്പെടുത്തുന്നു. ഈ കമലേശ്വരം തറവാടും സ്വത്തുക്കളും എല്ലാം എനിക്ക് സ്വന്തമാക്കണമെന്നും അതിനിടയിൽ അവർ മാത്രമല്ല ആ കുഞ്ഞുകൂടി ഇപ്പോൾ കണ്ണേട്ടൻ്റെ അവകാശിയാണ്, കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയാണ്. ഈ സ്വത്തുക്കൾ അങ്ങനെ അവരെ ഒറ്റയ്ക്ക് വിഴുങ്ങാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നും ഉണ്ണി പറയുന്നുണ്ട്. അവരിനി ജീവിതം കരഞ്ഞു തീർക്കൂ എന്നും പറഞ്ഞതിന് ശേഷം ഉണ്ണി മുകളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പരമൻ എന്നയാൾ മറ്റൊരാളെയും കൂട്ടി കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്നും ഒരു കുഞ്ഞിന് പോലും സംശയം തോന്നാത്ത രീതിയിൽ വേണ്ടതെല്ലാം ചെയ്തു തരുമെന്നും പരമൻ ഉണ്ണിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കരുണയാണെങ്കിൽ മുകളിൽ നിന്നും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ വാടക കൊലയാളികളെയും കൂട്ടി കണ്ണൻ്റെ മുറിയിലേക്ക് പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആളുടെ മുറിയെന്നും ആർക്കും ഒരു സംശയം ഉണ്ടാകരുത്, സ്വാഭാവിക മരണമായിട്ട് എല്ലാവർക്കും തോന്നാവൂ എന്നെല്ലാം ഉണ്ണി പ്രത്യേകം പറയുമ്പോൾ തന്നെ AC-യിൽ കണ്ണെടുക്കുന്നുണ്ട് ആ കൊലയാളിയുടെ. തുടർന്ന് തൻ്റെ മനസ്സിലെ പദ്ധതി എന്താണെന്ന് അയാൾ ഉണ്ണിയോടും പരമനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതായത് AC-യിൽ വിഷദ്രാവകം നിറച്ച് കണ്ണനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക, ആ വിഷം ശ്വസിപ്പിച്ച് കൊല്ലുക എന്നൊരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ അതിനിടയിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് കണ്ണനാണെങ്കിൽ തൻ്റെ മുറിയിൽ ആരും അറിയാതെ ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മഹിയും കുഞ്ഞും കൂടി വരുന്നതോടുകൂടി തന്നെ ദുർഗയ്ക്ക് ഇപ്പോൾ മാറ്റം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും എന്നുള്ള കാര്യം കണ്ണനിപ്പോൾ പൂർണ്ണമായിട്ട് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മഹിക്കോ കുഞ്ഞിനോ ഒന്നും സംഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കണ്ണൻ ഇങ്ങനെ ഒരു പദ്ധതി മുൻപ് തന്നെ ചെയ്തിരിക്കുന്നത്. അതായത് തൻ്റെ മുറിയിൽ CCTV ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൻ ആ ഒരു ക്യാമറകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഉണ്ണിയുടെ ഈ ഒരു കൊടും പദ്ധതി, ഉണ്ണിയുടെ ഗൂഢാലോചന കണ്ണന് നിഷ്പ്രയാസം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. അതോടുകൂടി തന്നെ ഉണ്ണിക്ക് വമ്പൻ തിരിച്ചടി കണ്ണനിലൂടെ തന്നെയാണ് ഇത്തവണ കിട്ടാനായിട്ട് പോകുന്നത്.
മാത്രമല്ല ഉണ്ണിയെയും കരുണയെയും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാനായിട്ടും കണ്ണൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടിലനായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്